നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഓരോ ദിവസവും ശശി തരൂർ MP പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രിയപ്പെട്ടവനാവുകയാണ്. പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ പോയ സംഘത്തിൽ കേന്ദ്രമായതും ഹീറോ ആയതും തരൂർ തന്നെയായിരുന്നു. ഇടഞ്ഞു നിന്ന പല രാജ്യങ്ങളെയും ഇന്ത്യയ്ക്ക് കീഴിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇന്ത്യയ്ക്കൊപ്പം നിർത്താൻ ശശി തരൂരിന് സാധിച്ചിരുന്നു. ഇപ്പോൾ അതാ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന നരേന്ദ്രമോദി ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചകളുടെ വിശദാംശങ്ങൾ തരൂർ മോദിയെ അറിയിച്ചതായാണ് വിവരം. തരൂർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച നടന്നതും. തരൂരിനെ പ്രധാനമന്ത്രി വിളിപ്പിക്കുകയായിരുന്നു എന്നും ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. G7 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി പോകുന്ന സാഹചര്യത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച. നിരവധി വിതരണ ശൃംഖലയുടെ കേന്ദ്രവും ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവുമായ ഇന്ത്യ G7 ഉച്ചകോടിയിൽ വഹിക്കുന്നത് നിർണായക പങ്കാണ്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. 1976 ഇത് നിലവിൽ വന്നത്. ലോക സമ്പത്തിന്റെ പകുതിയും G7 രാജ്യങ്ങളുടെ പക്കലാണ്. ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ 7,800 ലക്ഷവും ഈ രാജ്യങ്ങളിലാണ് ഉള്ളതെന്ന പ്രത്യേകതയും ഉണ്ട്. ഈ മാസം അവസാനം നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, ഊർജം എന്നിവ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ G7 രാജ്യങ്ങൾ ചേർന്ന് ചർച്ച നടത്തുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കുന്നു. G7 ഉച്ചകോടിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം അനിവാര്യമാണ്. ഇന്ത്യ നിലവിൽ G7 അംഗമല്ലെങ്കിലും ഈ വർഷം ജൂൺ 15 മുതൽ 17 വരെ കാനഡയിലെ ആൽബർട്ടയിലെ പ്രവിശ്യയിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ അതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ടെന്നും കാർണി വ്യക്തമാക്കി. കഴിഞ്ഞ 2 വർഷമായി വഷളായ ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതിനിടെ വരും കാലങ്ങൾ സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തുവാനും ഇരു നേതാക്കളും ധാരണയിലെത്തിയിരിക്കുന്നത്. കൂടാതെ G7-ലെ ഇന്ത്യയുടെ അംഗത്വത്തെക്കുറിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നതിനും മറ്റു രാജ്യങ്ങളുമായി ആലോചിക്കും. ഫലവത്തായ സംഭാഷണങ്ങൾ തുടരുന്നതിനും പ്രധാനമന്ത്രി മോദി സമ്മതിച്ചിട്ടുണ്ട്. മാർക്ക് കാർണിയുടെ ക്ഷണത്തെ തുടർന്ന് കനഡയിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചിരുന്നു. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കാർണിയെ മോദി അഭിനന്ദിക്കുകയും ചെയ്തു. ജനങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്താൽ ഊർജ്ജസ്വലമായ ജനാധിപത്യ രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും മോദി എക്സിൽ കുറിച്ചിരുന്നു. 2023 ജൂണിൽ വാൻകൂവറിലെ ഒരു സിഖ് ക്ഷേത്രത്തിന് പുറത്തുവെച്ച് കനേഡിയൻ പൗരനും പ്രമുഖ ഖാലിസ്ഥാൻ അനുകൂല പ്രവർത്തകനുമായ ഹർദീപ് സിംഗ് നിജാർ എന്ന വ്യക്തി കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഈ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. തുടർന്ന് ഇന്ത്യ ഈ അവകാശവാദങ്ങളെ ശക്തമായി എതിർക്കുകയും പ്രത്യാഘാതം രൂക്ഷമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും തരൂർ എന്തുകൊണ്ട് മോദി പ്രിയനായത് പ്രതികരിക്കാനായിരിക്കുകയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ. ശശി തരൂരിനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ വേണ്ടെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. തരൂരിനെതിരെ ശ്രദ്ധയോടെ നീങ്ങാനുമാണ് നീക്കം. തരൂരിനെ പിണക്കുന്നതിൽ പാർട്ടിക്കുള്ള അതിർത്തിയുള്ളതും പരിഗണിക്കുന്നുണ്ട്. വിദേശ നയത്തിൽ തരൂരിന്റെ അഭിപ്രായത്തുള്ള വിയോജിപ്പ് തുടരുവാനും തരൂർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് നിരീക്ഷിക്കുവാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്.